സ്വാമി ശരണം. തിരുവാഭരണം അടക്കയാത്രയിലാണ് ഞങ്ങളിപ്പോൾ. കോഴഞ്ചേരിയിലാണ് നിൽക്കുന്നത്. ഇവിടെ പാമ്പാടി മണ്ണിലാണ് നിൽക്കുന്നത്. അയ്യപ്പന്റെ നടയാണിത്. പാമ്പാടി മണ്ണിൽ അയ്യപ്പ ക്ഷേത്രമാണ്. ഇപ്പൊ ഇവിടെ ഞാൻ 70 വയസ്സുള്ള ശാരദാമ്മ എന്ന ഈ അമ്മയെ കാണാനിടയായി. അമ്മ തിരുവാഭരണം വരുന്നത് കാത്ത് ഈ നടക്കിൽ ഇങ്ങനെ കാത്തു നിൽക്കുകയായിരുന്നു. നമുക്ക് അമ്മയുടെ അനുഭവങ്ങൾ ചോദിക്കാം. അമ്മ എത്ര കാലമായിട്ട് ഇവിടെ ഉണ്ട്? ഞാനൊരു 20 വർഷമായി ഞാൻ ഇവിടെ വന്നിട്ട്. അവിടെ 18 വർഷം ജോലിയായിരുന്നു. ഞാൻ അടുക്കള ജോലിയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പൊക്കോളാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പോകത്തില്ല. ഇപ്പൊ ആരെ കൂടെയാ താമസിക്കുന്നേ? ഞാൻ തന്നെ താമസിക്കുക. അപ്പൊ എന്റെ ഭർത്താവായത്. അപ്പൊ ഇപ്പൊ എന്തോ ജോലിയാ ചെയ്യുന്നേ? ആരെയും വിളിച്ചാൽ ജോലിക്ക് പോകും, അടുക്കള പണിക്ക് പോകും അല്ലേ? അതിലൊന്നും കാര്യമില്ല. നമുക്കറിയുന്ന ഒരു ജോലി ചെയ്ത് സന്തോഷമായിട്ട് ജീവിക്കാം. പിന്നെ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടല്ലോ. ഈ അമ്പലത്തിന്റെ നടയിൽ താമസിക്കുന്നതിന്റെ ഒരു അനുഭവത്തെ കുറിച്ച് പറയാമോ? എനിക്ക് ഒന്നിനും ഒരു ബുദ്ധിമുട്ട് ഇതുവരെ വന്നിട്ടില്ല. ഒരു വകയും എനിക്കില്ലായ്മ വന്നിട്ടില്ല. ഞാൻ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ജീവിക്കുന്നുണ്ട്. ഇന്ന് ഇവിടെ എന്തൊക്കെയായിരിക്കും ഇവിടുത്തെ ചടങ്ങുകൾ? ഇന്ന് ഇവിടുത്തെ ചടങ്ങ് വരുന്നവർക്കെല്ലാം സദ്യയുണ്ട്. എല്ലാ വർഷവും എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ വർഷം ആരണ്ടൊക്കെ പറയുന്നത് കേട്ടു വരുന്നവർക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. നമുക്കറിയത്തില്ല, നമ്മള് പോയാലേ അറിയത്തുള്ളൂ. അങ്ങനെ വരുന്നവർക്ക് മാത്രമല്ല, അയ്യപ്പൻ എല്ലാവർക്കും ഭക്ഷണം നൽകുന്ന അന്നദാതാവാണല്ലേ? നേരത്തെ കൊടുക്കും. കഴിഞ്ഞ വർഷമൊക്കെ എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. ഇപ്പൊ ഈ വർഷം പറയുന്നു വരുന്നവർക്ക് മാത്രമേ ഉള്ളൂ എന്നിങ്ങനെ ആരണ്ടൊക്കെ പറയുന്നത് ഞാൻ കേട്ടു. ഈ തിരുനടക്കൽ താമസിക്കുന്നത് കൊണ്ട് ഈ എല്ലാ വർഷവും ഇങ്ങനെ തിരുവാഭരണം ശബരിമലയിൽ പോകാതെ കാണാൻ സാധിക്കുന്നത് കൊണ്ടുള്ള ഒരു അനുഭവം എന്താ? ഞാൻ ഇതുവരെയായിട്ടും അങ്ങനെ പോയിട്ടില്ല. പന്തളത്ത് ഒരു തവണയും കണ്ടേ കണ്ടിട്ടുള്ളൂ. ഇവിടെ പോകുന്നുണ്ട്. എല്ലാ വർഷവും ഇവിടെ വന്ന് കാണുന്നുണ്ട്. അതിൻ്റെതായിട്ടുള്ള അനുഗ്രഹം അയ്യപ്പൻ ഞങ്ങൾക്ക് തരുന്നുണ്ട്. ഇനിയും അമ്മേ അയ്യപ്പൻ കാത്തുകൊള്ളട്ടെ കേട്ടോ. ഇവിടെ ഉള്ളവരെല്ലാവരും വലിയ സന്തോഷത്തിലാണ്. കാരണം ശബരിമലയിൽ പോകാതെ തന്നെ തിരുവാഭരണത്തെ നേരിട്ട് കാണാനുള്ള ഒരു അവസരമാണ് ഇവിടെ കിട്ടുന്നത്. തിരുവാഭരണ ദർശനമുണ്ട്. ഇവിടെ ഒരു ദൈവീകമായ ഒരു ചൈതന്യമാണ് ഇനി തിരുവാഭരണം ഇരിക്കുന്ന ഇത്രയും സമയം ഉണ്ടാവുക. കേരളീയനും തമിഴനും തെലുങ്കനും എല്ലാവർക്കും ഒരുപോലെയാണ് അയ്യപ്പസ്വാമി എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തൂത്തുക്കുടിയിൽ നിന്നുള്ള ശ്രീ നാഗരാജൻ. എന്നെ കണ്ടപ്പോൾ ഓടി വന്ന് ഞാൻ തമിഴിൽ പേസലാമ, അയ്യപ്പനെ പറ്റി കൊഞ്ചം പേസലാമാന്ന് ചോദിച്ചു. എനിക്ക് തിരിച്ച് തമിഴ് അത്ര നന്നായിട്ട് പറയാറിയതുകൊണ്ട് ശരി കൊഞ്ചേരി സംസാരിക്കാന്ന് പറഞ്ഞു. ഇപ്പൊ സംസാരിക്കാൻ തയ്യാറായി വന്നിരിക്കുകയാണ്. ഇതിന്റെ ഒപ്പം വന്നതാണോ ഈ திருவாபரணம்? எப்படி இருக்கு எக்ஸ்பீரியன்ஸ்? அதாவது திருவாபரணம் நம்ம கூட வர்றது ஐயப்பன் கூட நடந்து வர்ற மாதிரி. ஏன்னு கேட்டீங்கன்னா நம்ம சுதாரிப்பு இல்லைன்னு சுதாரிப்பு கொடுக்குறாரு. அதனால தான் சின்ன குழந்தை ரூபத்தில் வராரு. ஆனால் குழந்தை ரூபத்தில் நம்ம சுதாரிப்பு கொடுக்குறாரு. அதான் விடாமுயற்சி வெற்றி கறிகுறி அப்படிம்பாங்க. அதாவது வாழ்க்கையில் முயற்சி இருந்தால் தான் ஜெயிக்க முடியும். முயற்சி இல்லை அப்படின்னா ஜெயிக்க முடியாது. இங்கே எடுத்துக்கிட்டால் திருச்செந்தூர் தான் தமிழ் கடவுள் முருகப்பெருமாள். இங்கே எடுத்துக்கிட்டால் சமத்துவ நாயகன் ஐயப்பன். அதாவது சமத்துவம் அனைத்து மொழியும் ஒன்று கூடி എല്ലാ സമുദായം ഒന്നാ വരണോ, എല്ലാத்தையும் എടുത്തുകാട്ട് அப்படின்னு അയ്യപ്പൻ தான். എന്തായാലും അയ്യപ്പനും മുരുകനും ഒരുപോലെയാണ്. അയ്യപ്പനും മുരുകനും എന്തൊക്കെയാണ് വ്യത്യാസം? അയ്യപ്പനെ തൊഴുതാൽ എന്തൊക്കെയാണ് ശ്രേഷ്ഠമായിട്ടുണ്ടാവുക? തിരുവാഭരണ ഘോഷയാത്രയിലൂടെ വരുമ്പോൾ ഉള്ള അനുഭവങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ഇവിടെ എല്ലാവരിലും, പ്രായമായവരിൽ മാത്രമല്ല ചെറിയ കുട്ടികളിൽ വരെ അയ്യപ്പന്റെ തിരുവാഭരണം ഇവിടെ വിശ്രമിക്കുന്ന ആ ഒരു ചൈതന്യം ഈ ദിവസങ്ങളിൽ, ഈ നിമിഷങ്ങളിൽ കാണാൻ സാധിക്കുന്നു എന്നതാണ് ഏറെ പ്രത്യേകകരമായ ഒരു കാര്യം.